ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യ ശാന്തമാണ്, എന്നും ഇതുപോലെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. ഇപ്പോൾ ഇറാൻ യുദ്ധവിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കാൻ കാരണം അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറം ലോകത്തെ അറിയിക്കാതെ മാർച്ച് അവസാനം സൗദി അറേബ്യ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇറാനിൽ എവിടെയാണ് സൗദി ആക്രമണം നടത്തിയത് എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമില്ലായിരുന്നു. പല ദേശീയ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനും ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്തതാണ്. പ്രൈം മിനിറ്റ്സിലും അത് കാണിച്ചു. അത് കാണിക്കാൻ തന്നെ കാരണം പലരും ഇറാൻ അനുകൂലമായ വാർത്തകൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ ബേസ് ചെയ്ത് ആ ഒരു വാർത്തയെ നമ്മൾ കൊടുത്തത്. പക്ഷേ ഈ ഒരു വാർത്തയിൽ വ്യക്തത കുറവുണ്ട്. ശരിക്കും സൗദി ഇറാനിൽ തന്നെയാണോ ആക്രമണം നടത്തിയത്? റോയിട്ടേഴ്സ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇറാനെ ആക്രമിച്ചു സൗദി? സൗദി ഇറാനിൽ ആക്രമണം നടത്തി എന്ന ഒരു റിപ്പോർട്ട് ഞാനും കണ്ടതാണ്. അത് 1.5 മാസം മുൻപാണ്. അത് മറ്റ് വാർത്തകളുടെ ഇടയിൽ അത് ഒരു പരിധിവരെ തമസ്കരിക്കപ്പെട്ടു പോയതുമാണ്. പക്ഷെ വാർത്തയ്ക്ക് പൂർണ്ണമായ സ്ഥിരീകരണം റോയിട്ടേഴ്സും മറ്റു പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. ഇറാന്റെ ഏത് ഭാഗത്താണ് ആക്രമണം നടത്തിയത്, എന്തെല്ലാമായിരുന്നു നാശനഷ്ടങ്ങൾ, സൗദി ഉപയോഗിച്ച വിമാനങ്ങൾ എന്തെല്ലാമാണ്, ഇതേക്കുറിച്ചൊന്നും ഒരു ചർച്ചയുമില്ല. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാകുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലെ ചില മാധ്യമങ്ങളൊക്കെ, അന്താരാഷ്ട്ര സമൂഹത്തിലെ ചില നയതന്ത്ര രംഗത്ത് പോലും അങ്ങനെ ഒരു ചർച്ച വരുന്നത് കൊണ്ടാണ്. സൗദി അറേബ്യ വേറിട്ട് ചിന്തിക്കുന്നു. ഒരു ഓൺ സെക്യൂരിറ്റി പാരഡൈം, ഓൺ ഡിഫൻസ് പാരഡൈം, അതായത് അമേരിക്കയിൽ നിന്നും വിഭിന്നമായി, അമേരിക്കയെ തിരസ്കരിക്കാതെ തന്നെ സമാന്തരമായി ഒരു ബിൽഡപ്പാണ്. അതിന് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു ചിന്ത, അത് അദ്ദേഹം ഒരു വലിയൊരു പരിഷ്കരണ, സൗദിയുടെ മഹാഭാഗ്യമെന്ന് ഞാൻ പറയും. കാരണം സൗദിയുടെ രാജാക്കന്മാരെക്കുറിച്ച് പൊതുവെ പറയുന്നത് വളരെ പിന്തിരിപ്പന്മാരായ, വളരെ പഴയ ചിന്താഗതിയുള്ള ഒരു വലിയ രീതിയിൽ എന്താ പറയുക, പാരമ്പര്യങ്ങളെ മാത്രം പുണരുന്ന കുറേ പണമുണ്ട്, പെട്രോ ഡോളേഴ്സ് ഉണ്ട്. അതേസമയം ഒരു പുരോഗമന ചിന്ത ഒട്ടുമില്ല. അങ്ങനെയുള്ള ആളല്ല മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്ന് വിളിക്കുന്നയാൾ. അദ്ദേഹം പല കാര്യങ്ങളും പാച്ചപ്പ് ചെയ്യുന്നു. തുർക്കിയുമായുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ തന്നെ കാലത്ത് മോശമായത് വീണ്ടും പാച്ചപ്പ് ചെയ്ത് വരുന്നു. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് പാക്റ്റ് ഉണ്ടായതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സൗദിയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിച്ചപ്പോൾ അമേരിക്ക നോക്കിക്കൊള്ളും ബാക്കി കാര്യം എന്ന് പറഞ്ഞ സൗദി പൂർണ്ണമായി കയ്യും കെട്ടിയിരിക്കുകയായിരുന്നുവോ? അല്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആണെന്ന് തെളിയിക്കാൻ കാര്യമായ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല. ഇനി സാങ്കേതികമായി നോക്കുമ്പോൾ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഏത് ഫൈറ്റർ പ്ലെയിൻ എതിലെയാണ് പറഞ്ഞത് എന്നൊന്നും കൃത്യമായി പത്രലേഖകർക്ക്, അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് സ്ഥിരീകരിക്കാനാവില്ല. അത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ വരണം, ഇറാൻ്റെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ വരണം. ഇറാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സൗദി അറേബ്യ തങ്ങളെ ആക്രമിച്ചു എന്ന് ഇറാൻ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇവിടെ ഒരു സമാന്തരമായ ഒരു നയതന്ത്രമുണ്ട്. ടെഹ്റാനിൽ നിന്നും ജിദ്ദയിലേക്ക് അല്ലെങ്കിൽ റിയാദിലേക്ക് ഒക്കെ ഇപ്പോഴും ഫോൺ കോളുകൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രതിനിധികൾ എത്തുന്നുണ്ട്. ഈ യുദ്ധത്തിനിടയിലും ഒരു പാലം ഉണ്ട്. ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനും സുന്നി ഭൂരിപക്ഷ രാജ്യമായ സൗദിയും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിലാണെങ്കിൽ പോലും അതിനിടയിലും ഒരു അന്തർധാരയുണ്ട്. കോമൺ സിവിലൈസേഷണൽ എനിമിയായി ഈ രണ്ട് രാജ്യത്തെയും ഭരണാധികാരികളല്ല, സാധാരണ ജനം കാണുന്നത് ബാഹ്യശക്തികളാണ്. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകത്തെയാണ്. പക്ഷേ ഇപ്പോൾ നിവൃത്തികേട് കൊണ്ട് സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. ഇവിടെ ഒരു സാഹസം, അതാദ്യം ഇസ്രായേലിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനായിരുന്നു, ഇപ്പോൾ ഇത് ഇറാനിൽ നിന്നുകൂടി സംരക്ഷണം ലഭിക്കുന്ന ഒരു ആവശ്യകതയാണ്. അവിടെയാണ് സൗദി അറേബ്യ ഒറ്റയ്ക്ക് അങ്ങനെ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുമോ? നാളുകളിൽ അത് സമാധാനമൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും മച്ചാനുമായി മാറുമല്ലോ, അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ ചിന്തകളാണ്. അതുകൊണ്ടാണ് സമാന്തരമായി തങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ ചൈന ഇടപെട്ടതുപോലെ എന്തുകൊണ്ട് അമേരിക്ക ഇടപെട്ടില്ല? പറ്റില്ല, ഇറാൻ സമ്മതിക്കില്ല.
ചൈന ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ശരിയല്ല, രണ്ട് രാജ്യങ്ങളും പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചതുകൊണ്ടാണ് 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത്. തീർത്താൽ തീരുന്ന പ്രശ്നങ്ങളാണോ എന്നറിയില്ല. ഇതൊരു തരം സൗന്ദര്യ പിണക്കങ്ങളാണ്. ചില ദ്വീപുകളുടെ മേലുള്ള ചില നിയന്ത്രണം സംബന്ധിച്ച് ചില വിഷയങ്ങളുണ്ട്. രണ്ടും ഓയിൽ ജയൻസ് ആണ്. ഒരു രാജ്യത്തിന് ഉപരോധം ഒരു ബാധകമേ ആയില്ല, അത് സൗദിക്ക്. ഇപ്പോൾ ഉപരോധം ബാധകമായ സൗദിക്ക് പോലും ചെങ്കടൽ മേഖലയിലൂടെ കച്ചവടം നടക്കുമെങ്കിലും ഹോർമൂസിലൂടെയുള്ള കച്ചവടം, എണ്ണ വ്യാപാരം സൗദിക്ക് നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇറാന് ഒട്ടും നടക്കുന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടാണ്. ചൈനയിലേക്കൊക്കെ ലാൻഡ് വഴിയുള്ള പമ്പിങ് നടക്കുന്നു, പല രാജ്യങ്ങൾ കടന്ന്. പക്ഷെ അതൊക്കെ ചിലവേറിയ കാര്യമാണ്. സീ റൂട്ട് ഓപ്പൺ ചെയ്യണം. ഇപ്പം രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. സൗദി ഒന്ന് സഹായിച്ചാൽ, സൗദി ഒന്ന് വഴങ്ങിയാൽ ഇറാൻ്റെ പ്രശ്നവും തീരും, ഇറാനും കുറച്ചൊന്ന് വഴങ്ങണം. അപ്പം ഇവിടെ സൗദി ഈസ് പ്ലേയിങ് എ വെരി കീ റോൾ. അതിനിടയിലാണ് സൗദി ഇറാനെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വീണ്ടും ചൂടുപിടിക്കുന്നത്. ഇതിന് പിന്നിൽ ചില കുൽസിത ബുദ്ധികൾ ഉണ്ടോ? അതായത് ഈ രണ്ട് രാജ്യങ്ങളും പെർമനൻ്റായി അകറ്റി നിർത്താൻ ഒരു ശ്രമമാണോ? അന്ന് കാര്യമായി ക്ലച്ച് പിടിക്കാതെ പോയൊരു കാര്യം ഇപ്പോൾ വീണ്ടും ചർച്ചക്കെടുക്കുന്നതിന് പിന്നിൽ അങ്ങനെ ഒരു ചിന്തയാണോ എന്ന് ന്യായമായി സംശയിക്കേണ്ടതുണ്ട്. താങ്കൾ സൗദി ഇറാനെ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നിൽ ഈ രണ്ട് രാജ്യങ്ങളെ സ്ഥിരമായി അകറ്റി നിർത്താനുള്ള തന്ത്രമായിരിക്കാം എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ പറയുമ്പോൾ തന്നെ 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തോടെ ശത്രുതയിലാണല്ലോ ഇറാനും സൗദി അറേബ്യയും. പ്രാദേശിക എതിരാളിക്കെതിരെ ആക്രമണം നടത്താൻ ധൈര്യപ്പെടുന്നത് സ്വയം പ്രതിരോധിക്കാൻ സൗദി സന്നദ്ധമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ആക്രമണ വാർത്ത പുറത്തു വന്നപ്പോൾ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത്. നമുക്ക് ഇപ്പോൾ ആക്രമണം നടന്നില്ല എന്ന് തന്നെ കരുതാം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ അപ്പോഴും ഒരു സംശയം ഉയരുന്നത്, ശരിക്കും ഇറാനെ ആക്രമിക്കാൻ മാത്രമുള്ള ബലം സൗദിക്കുണ്ടോ? ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാനുള്ള ബലമൊന്നും സൗദിക്കില്ല. സൗദിയുടെ ആയുധങ്ങൾ നോക്കൂ. അമേരിക്ക നൽകിയ ഫൈറ്റർ പ്ലെയിൻസ്, അമേരിക്ക ട്രെയിൻ ചെയ്ത പൈലറ്റുകൾ, അമേരിക്ക നൽകുന്ന സാങ്കേതിക സഹായം, സാറ്റലൈറ്റ് സപ്പോർട്ട്, ഇതൊന്നുമില്ലാതെ സൗദി അറേബ്യ ഈസ് എ ബിഗ് സീറോ. പണമുണ്ട്, സ്വന്തമായി ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോഴും പൂർണ്ണമായി കഴിയില്ല. മറ്റ് രാജ്യങ്ങളിലെ ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പല നീഡ്സും, ടെക്നോ നീഡ്സ് പോലും സൗദി അറേബ്യ ഫുൾഫിൽ ചെയ്യുന്നത്. ഇപ്പോൾ സൗദിയിൽ നല്ല യൂണിവേഴ്സിറ്റികൾ വരുന്നു, മറ്റ് സാധനങ്ങൾ വരുന്നു, വലിയ നഗരങ്ങൾ വരുന്നു. ദ ലൈൻ എന്ന് പറയുന്ന ഒരു വലിയ മഹാ സിറ്റി, ഒറ്റ ലൈനിൽ കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ്, കംപ്ലീറ്റ്ലി ഒരു പുതിയ ഒരു ലോകമാണ്. അതുമാത്രമല്ല, വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ ഹൈഡ്രോ കാർബൺ? ഈ ചോദ്യം സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ അഡ്രസ് ചെയ്തിരിക്കുന്നു. ടൂറിസം, ആരും പ്രതീക്ഷിക്കാത്ത മണലാരണ്യത്തിൽ എന്ത് ടൂറിസം, ഇത്രയും ചൂടുള്ള സ്ഥലത്ത്, ഇൻഹോസ്പിറ്റബിൾ ടെറൈനിൽ എന്ത് വിനോദസഞ്ചാരം. മാറി ചിന്തിക്കുകയാണ്, സൗദിക്ക് മാറി ചിന്തിക്കാൻ കഴിയുന്നു. അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ മാറ്റത്തിൻ്റെ പല പല രൂപങ്ങളുണ്ട്. അതാണ് സൗദിയും ഇറാനും തമ്മിൽ എത്തിച്ചേർന്ന ഒരു കരാറിനെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. മാത്രമല്ല 79 മുതൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ സൗദിയും ഇറാനും തമ്മിൽ അകലം പാലിക്കേണ്ടി വന്നു. കാരണം അമേരിക്കയ്ക്കെതിരെ ഇറാൻ ചന്ദ്രഹാസം ഇളക്കി നിൽക്കുകയാണ് 1979 മുതൽ. അമേരിക്കയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇറാൻ്റെ പുതിയ റവല്യൂഷണറി ഗവൺമെൻറ്റിനെ എങ്ങനെയും പുകച്ചു പുറത്താക്കണം. ഇത്രയും കാലം നടന്നിട്ടില്ല കേട്ടോ. 79 മുതൽ 2026 വരെയുള്ള ദീർഘമായ 4.5 പതിറ്റാണ്ട് നടക്കാതെ പോയത് ഇപ്പോഴെങ്കിലും നടക്കുമോ എന്ന ആലോചനയിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സൗദി ഇറാൻ്റെ കണ്ണിലെ കരടായി എന്ന് പറയുന്നതാണ് സ്വാഭാവികമായ ഒരു കാര്യം. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി, ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ചൈന ശ്രമിച്ചു. അങ്ങനെയാണ് ഒരു ധാരണയിൽ എത്തിയത്. ഈ ധാരണയൊക്കെ അൽപായുസായി മാറി എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ വലിയ വലിയ രീതിയിൽ സാധ്യതകൾ ഉരുത്തിരിയുകയാണ്. ഈ ധാരണകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറാൻ സൗദി ബന്ധം മറ്റ് പലരെയും അലോസരപ്പെടുത്തും. അമേരിക്കയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഒരു രീതിയിലും ഭാവിയിലും ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാലും അമേരിക്കൻ സേനകൾക്ക് അവിടെ തുടരണം എങ്കിൽ സൗദിയും ഇറാനും തമ്മിൽ പരസ്പരം ഒരു ഭയാശങ്ക ഉണ്ടാകണം, പരസ്പരം സംശയം ഉണ്ടാകണം.
അല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങൾക്ക് സൗദിയിൽ അധികമായിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ സൗദി സ്വന്തമായ ഒരു പന്താവ് വെട്ടിത്തുറന്ന് സ്വതന്ത്രമായ ഒരു പരീക്ഷണത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയുടെ അനുവാദമില്ലാതെ തന്നെ ചില ആക്രമണങ്ങളോ ചില സ്വയം പ്രതിരോധമോ ഒക്കെ തന്നെ നോക്കുകയാണ്. ഇനി the last thing America wants to hear from Saudi is that Saudi is deciding to diversify its arms purchase. അയ്യോ, എന്തൊരു കാര്യമാണ്! ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ മറ്റ് ഇടങ്ങൾ ഫ്രാൻസിൽ നിന്നോ ഒക്കെ വൻതോതിൽ ആയുധം ഇറക്കുമതി ചെയ്യാൻ സൗദി അറേബ്യ തീരുമാനിച്ചതാണ്. സ്വന്തമായി കൂടുതൽ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യുക. അമേരിക്കയുടെ സഹായം ഇല്ലാതെ പറ്റില്ല എന്നാണ് ഇന്നത്തെ നില. പക്ഷെ നാളുകളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെ ഒരു കറവപ്പശുവാണ് സൗദി എന്ന് ഓർക്കണം. പെട്രോൾ ഡോളർ എന്ന വാക്ക് തന്നെ ഉണ്ടായത് ഈ ഡോളർ അധിഷ്ഠിതമായ ഒരു പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ പെട്രോളിയം വ്യാപാരം അതിൻ്റെ ഹബ്ബായി നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. പക്ഷെ അതേസമയം തന്നെ അമേരിക്കയുടെ ഒരു റൈവൽ കൂടിയാണ് സൗദി. ഒപ്പെക്കിനെ ഈ രൂപത്തിൽ നിലനിർത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അവിടെ സൗദിയുടെ കടിഞ്ഞാണാണ്. കോട്ട നിശ്ചയിക്കുന്നു, അല്ലെങ്കിൽ കാർട്ടലുകൾ ഉണ്ടാക്കി നിൽക്കുന്നു. അത് അമേരിക്കയ്ക്ക് ഒപ്പെക്കിനെ മറികടന്നുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ വിതരണ കേന്ദ്രമാകാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയുടെ പോളിസി മാറി. ട്രംപ് പുതിയതായി വന്നപ്പോൾ പോളിസി മാറി. പരമാവധി എണ്ണ ഉത്പാദിപ്പിക്കുക, ലോകത്തെല്ലാം തന്നെ പരമാവധി എണ്ണ വിൽക്കുക. ഒക്കുമെങ്കിൽ ചൈനയിലേക്കും അമേരിക്കൻ എണ്ണ. അതാണ് ട്രംപ് ചൈനയിൽ പോയപ്പോൾ ചൈനയോട് പറഞ്ഞ why don't you buy our oil? എന്തിനാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്? ഞങ്ങളുടെ തരാമല്ലോ. ദൂരം കൂടുതലാണ്, ശരിയാണ്, വില കൂടുതലാണ്, ശരിയാണ്. പക്ഷേ ആ രീതിയിലാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. അതിനെ ഒപ്പെക്കിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഈ മേഖലയെ മോചിപ്പിക്കണം. അതുകൊണ്ട് സൗദിയെ കുറേയൊക്കെ ഒന്ന് മെരുക്കിയെടുക്കണം. ഇത് സൗദിക്കും അറിയാം, കുറച്ചൊക്കെ അറിയാം. അറബിക്ക് ബുദ്ധി വെച്ച് തുടങ്ങി. അതുകൊണ്ട് അറബി യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ ബുദ്ധിമാന്മാരായ ആളുകൾ, ഇപ്പോഴത്തെ പുതുതലമുറയിലെ ബുദ്ധിമാന്മാരായ ആളുകൾ MBSന്റെ നേതൃത്വത്തിൽ ചിന്തിക്കുന്നു. തങ്ങൾ ഓൺ ടെക്നോളജി, ഓൺ ഇൻപുട്ടുകൾ ഉണ്ടാവണം. അതിന് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഈ ചിന്തയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ചില പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഒന്ന് ആഭ്യന്തരമായ പരീക്ഷണം. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സ്ത്രീകൾക്ക് കൊടുക്കുന്നു, സമൂഹത്തെ കുറേയൊക്കെ തുറക്കുന്നു. എന്ത് തരത്തിലുള്ള റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്? അതാണ് ആഭ്യന്തരമായ ഒരു നവീകരണം. അതുമാത്രമല്ല, പുതിയ പുതിയ നഗരങ്ങൾ ഉണ്ടാകുന്നു, പുതിയ രീതികൾ ഉണ്ടാകുന്നു, കുറച്ചുകൂടെ സുതാര്യമാകുന്നു കാര്യങ്ങൾ. അത് ആഭ്യന്തരമായ ഒരുക്കങ്ങളാണ്. 2, ബാഹ്യമായ ബന്ധങ്ങൾ. ഇസ്രയേലുമായി അബ്രഹാമിൻ്റെ പേരിൽ കരാർ ഒപ്പിടാൻ പോയപ്പോഴാണ് 2023 ഒക്ടോബർ 7 സൗദി കരാർ ഒപ്പിടുമെന്ന ഘട്ടത്തിലാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന് കൂട്ടണം. അതുകൊണ്ട് സൗദിക്ക് ഇസ്രായേലുമായി നല്ല ബന്ധത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പടി കടന്നുകൊണ്ട് UAE ആണ് ആ ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിച്ചത് എന്നുകൂടി സൗദി ഓർക്കുന്നുണ്ട്. ഇവരും തമ്മിൽ റൈവലറി എന്നല്ല പറയുന്നത്, പക്ഷേ ചില മൂപ്പിളമ തർക്കങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് മാറി ചിന്തിക്കുന്ന സൗദി നാളുകളിൽ ഇറാനുമായ ബന്ധം കുറച്ചുകൂടി ഉന്നതമായ തലത്തിൽ എത്തി നിർത്തിയാൽ മാത്രമേ മ്യൂച്വലി ബെനിഫിഷ്യൽ ആകൂ. ഇറാൻ ഒരു ത്രട്ട് അല്ലാതാകുന്നു എന്ന് കരുതുക, അങ്ങനെ കരുതുക, ഒരു നിമിഷത്തെ കരുതുക. സൗദിക്കൊരു ത്രട്ടല്ല, UAEക്ക് ഒരു ത്രട്ടല്ല, ആർക്കും ഒരു ത്രട്ടല്ല. ഇറാൻ ഇസ്രായേലിന് മാത്രം ത്രട്ടാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ മാത്രം സംരക്ഷിക്കാനായി അമേരിക്കൻ സേനാ വിന്യാസം ഗൾഫ് നാടുകളിൽ പിന്നെ എന്തിന് എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞാലോ? അതുകൊണ്ടാണ് ഇറാനെ എന്നും ഒരു ത്രട്ടായി നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി പറയേണ്ടി വന്നത് ഇക്കാരണത്താലാണ്. ഇതൊക്കെ അറിയാവുന്ന സൗദി മാറി ചിന്തിക്കുന്നു. എന്നാൽ പിന്നെ ഇറാനുമായി നേരിട്ടൊരു ബന്ധം അങ്ങ് ആയാലോ? അതുകൊണ്ടാണ് പല സമ്മർദ്ദങ്ങൾക്കിടയിലും പറഞ്ഞു തെറ്റിക്കാൻ പലരും ശ്രമിക്കുമ്പോഴും, ഈ ഷിയാ സുന്നി വിവാദവും മറ്റു പലതും പറഞ്ഞു തെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോഴും സൗദി ഒരു മെല്ലപ്പോക്ക്, അക്കാര്യത്തിലൊരു മെല്ലപ്പോക്കാണ്. അതേസമയം പാരലായി തന്ത്രപരമായി നീങ്ങുകയും ചെയ്യുന്നു. ഓക്കെ, എന്തായാലും ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാനുള്ള ബലമൊന്നും സൗദിക്കില്ല. സൗദിയും ഇറാനും തമ്മിൽ ഒരു ഭയാശങ്ക ഉണ്ടാകണം, ഇല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സൗദിയിൽ നിലനിൽപ്പുണ്ടാകില്ല എന്നൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. ഇതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം UAEയുടെ കാര്യമാണ്. അതായത് സൗദി ഇറാനെ ആക്രമിച്ചു എന്ന വാർത്ത കൊടുക്കുന്നതിന് മുന്നേ തന്നെ വോൾ സ്ട്രീറ്റ് ജേണൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് UAEയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയെന്നാണ്. അങ്ങനെ സംഭവിച്ചോ എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.